ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വർത്താനം, എല്ലാവർക്കും റാഹത്ത് തന്നെയല്ലേ? മാഷാ അല്ലാ അൽഹംദുലില്ലാ, നമുക്കിവിടെ റാഹത്താണ് കേട്ടോ. അങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മളെ സാധാരണ ഒറിജിനൽ വോയിസിൽ വന്നിക്കുകയാണ്. കുറേ കൂട്ടർ നമ്മളോട് ഒറിജിനൽ വോയിസിൽ വരി എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ഒറിജിനൽ വോയിസിൽ വന്നാൽ എന്താണ് ചോദിക്കുകയാണ് കേട്ടോ. ഒറിജിനൽ വോയിസിൽ വന്നാൽ ഒന്നും ഉണ്ടായിട്ടല്ല, ഞാൻ കുറച്ചും പാടെ കഴിഞ്ഞിട്ട് വരാമെന്ന് കരുതിയതേനു. പക്ഷേങ്കിൽ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓലൊക്കെ സപ്പോർട്ടുണ്ടല്ലേ നമുക്ക് ഇത് മുന്നേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഓല് പറഞ്ഞു വേണ്ട നമ്മൾ കേൾക്കുക. അപ്പോൾ ഇതാ ഞാൻ ഒറിജിനൽ വോയിസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇതിൽ നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നതും പിന്നെ കിച്ചൺ ക്ലീനിങ്ങും പിന്നെ കുറച്ച് വെക്കലും വളമ്പലൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടോക്കി. അപ്പോൾ നമുക്കിതാ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ രാവിലത്തെ പരിപാടിയാണ് തുടങ്ങിയേക്കാണ്. രാവിലെ ചായക്കടി നൂൽപുട്ടാണ് കേട്ടോ. അന്ന് നൂലപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നൂൽപുട്ട് നൂലപ്പ് എന്നൊക്കെ പറയും, അങ്ങനത്തെ കണക്കൊന്നുമില്ല. അപ്പോൾ അതിക്ക് നമ്മൾ തലേന്നൊക്കത്തെ കുറച്ച് ബീഫിൻ്റെ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നത് തിളപ്പിച്ചിക്കാണ്ട് ചൂടാക്കാമെന്നും കരുതിക്കാണ്ട് അതോടെ വെച്ചുക്കണു. അപ്പോൾ ഇനി ഉച്ചക്കൊക്കെയുള്ള കറി നമ്മൾ റെഡിയാക്കുകയാണ്. നമ്മളിന്ന് വെണ്ടക്ക കറി ഉണ്ടാക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. നമ്മൾ തേങ്ങ വറുത്തരച്ചുകൊണ്ടുള്ള വെണ്ടക്ക കറി ഉണ്ടാക്കാമെന്നാണ് കരുതിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് അതിൻ്റെ തേങ്ങ വറുക്കുകയാണ്. അപ്പോൾ അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുക്കണു, കുറച്ച് പെരിഞ്ചീരകം ഇട്ടെടുത്തുക്കണു, വെളുത്തുള്ളിയും ചീരുള്ളിയും അതും ഇട്ടുക്കണു. അപ്പം ഇനി കുറച്ച് മുളകും പൊടി ഇട്ടു. അപ്പം ഇനി അതേമാതിരി തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടെടുത്തുക്കാണ്ട് നല്ലോണം അങ്ങോട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഈ കറിയിൽ നമ്മൾ തക്കാളി ഇടൂല കേട്ടോ. തക്കാളി ഇടും, പുളി ഇടൂല കേട്ടോ. പുളി ഇടാതെ തക്കാളി പച്ചമുളക് മാത്രം ഇട്ടുകാണ്ട് വെണ്ടക്ക ഇട്ടുകാണ്ട് വെക്കുന്ന കറിയാണ്. നല്ല ഉസാറാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഉണ്ടാക്കാനും നമുക്ക് എളുപ്പമാണ്, എന്നാലും നല്ല ചാതുള്ള കറിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെണ്ടക്ക കറി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ വെണ്ടക്ക ഒന്ന് വാട്ടിക്കാണ്ട് അതിൻ്റെ ആ പൈപ്പൊക്കെ ഒന്ന് കളയണം, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നാൽ നല്ല ഉസാർ കറിയാണ്. അപ്പോൾ അതാ തേങ്ങ അവിടെ നല്ലോണം അങ്ങോട്ട് വറവാകട്ടെ. അപ്പോൾ തന്നെ നമുക്കത് ഉപ്പേരിക്കുന്ന പയറാണ് കേട്ടോ. പയറും ക്യാരറ്റും പാടെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ രണ്ടും പാടെ മിക്സ് ആക്കിക്കാണ്ട് ഉപ്പേരി ഉണ്ടാക്കുക പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല തൃപ്തിയാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങയൊക്കെ നല്ലോണം മൊരിഞ്ഞ് റെഡി ആയിരിക്കുന്നു കേട്ടോ. അപ്പം ഇനി നമുക്കത് മാങ്ങി വെക്കണം. പിന്നെ ഇനി ബാക്കിയുള്ളത് മൊരിച്ചിലൊക്കെ ഇനി ചട്ടിൻ്റെ ചൂടോർക്ക് ഇങ്ങനെ ചട്ടി കിടന്നേക്കാണ്ട് അങ്ങനെ മൊരിഞ്ഞ് റെഡി ആയിക്കോളും. അപ്പോൾ അത് നമുക്കത് വാങ്ങിയിട്ടൊക്കെയാണ് കേട്ടോ. പിന്നെ ഇനി നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി തീം വെച്ചിരുന്നു കേട്ടോ. ചട്ടി നല്ലോണം ചൂടാണ്. അപ്പം അൽഹംദുലില്ലാ അപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം മഴ, കുറേ ദിവസമായി മഴ പെയ്തിട്ട് കിണറ്റിൽ വെള്ളമൊക്കെ കൂടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളമൊക്കെ താന്നു തുടങ്ങിയതിനും അപ്പോൾ മഴ ഒന്ന് പെയ്തിനുണ്ട്. അപ്പോൾ ഒന്ന് പെയ്തിട്ടാണ്ടൊക്കെ ഒന്ന് വെള്ളമാവാഞ്ഞാലേ നമ്മളൊക്കെ വെള്ളത്തിന് വല്ലാതെ ബുദ്ധിമുട്ട്. കിണറ്റിലും ഒക്കെ വെള്ളം ഉണ്ടാവാഞ്ഞാൽ കുടിച്ചാൽ വരെ വെള്ളമില്ലാത്തൊരവസ്ഥയ്ക്കാരം പോക്ക്. അപ്പോൾ അതാ നമ്മളെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മളെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നാലും ഞങ്ങൾ ഞങ്ങൾക്ക് വെളിച്ചെണ്ണ പാർന്ന് വെക്കുകയാണ്. പിന്നെ കടുക് പൊട്ടിച്ചുകാണ്ട് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടാണ്ട് നമ്മൾ പയറായിക്കാണ്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. പയറിട്ടിട്ട് രണ്ട് പച്ചമുളകാണ് കീറിയിട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൊണ്ട് ഇട്ടുകാണ്ട് നല്ലോണം ഇളക്കിയെടുക്കുക. പയർ നല്ലോണം വെന്തിട്ടാണ് നമ്മൾ ക്യാരറ്റ് ഇട്ടുകൊടുക്കൽ കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്നുകൊണ്ട് ഇളക്കിക്കാണ്ട് പിന്നെ അതിന് മാത്രം വേവൊന്നും ഉണ്ടാവില്ല ക്യാരറ്റിന്. അപ്പോൾ ഒന്ന് പിന്നെ കുറച്ച് നേരം നടപ്പത്തിട്ടിക്കാണ്ട് പിന്നെ എടുത്ത് വെക്കുകയും ചെയ്യും. നല്ലൊരു ഉപ്പേരിയാണ് കേട്ടോ.
ഇപ്പോൾ സമയമാണ് കേട്ടത് 6:44 രാവിലെ. ഞാൻ എളുപ്പം പണി കഴിച്ചാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ വർക്കിരി ഇവിടെ ഒന്ന് നന്നാക്കണം എന്ന് കരുതുന്നുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിക്കണം ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിച്ചണം എന്ന് കരുതിക്കാനുള്ള തിടുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ എളുപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കഴിച്ചാണ്. അപ്പോൾ അതാ നമ്മളിങ്ങനെ അടുപ്പത്ത് തന്നെ നമ്മൾ ചട്ടി തീമച്ചുകൊണ്ട് ഓയിൽ പറഞ്ഞുകൊണ്ട് കറിക്കുള്ള വെണ്ടയ്ക്ക ഒന്നുകൊണ്ട് വാട്ടിയെടുക്കണം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ അങ്ങേപ്പുറത്ത് നമ്മളിതാ പയർ നല്ലോണം വെന്തപ്പോൾ നമ്മൾ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് കേട്ടോ. അപ്പോൾ അതോടെ കടന്നക്കാട് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, വെണ്ടയ്ക്ക നല്ലോണം ഇങ്ങോട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ അങ്ങനെ ഉപ്പേരിയൊക്കെ റെഡി ആയിക്കണ്. അപ്പം നമ്മൾ കറി ഉണ്ടാക്കാൻ പുറപ്പെടുകയാണ്. 2 പച്ചമുളകാണ് കീറിയിട്ട് കൊടുത്തുക്കണു, ഒരു തക്കാളിയാണ് നുറുക്കിയിട്ട് കൊടുത്തുക്കണു. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് നമ്മൾ ഇട്ടെടുക്കുന്നത് കേട്ടോ. പുളി പാരുന്നില്ല. പിന്നെ മല്ലിപ്പൊടി, മുളകും പൊടി അതൊക്കെ നമ്മൾ തേങ്ങ വറുത്തപ്പോൾ നമ്മളതിൽ കൂട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഇതിലേക്ക് കൂട്ടണ ആവശ്യമില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി അത്രയേ ഉള്ളൂ കേട്ടോ. ഇട്ടെടുത്തുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ടെടുത്തുകൊണ്ട് അത് നല്ലോണം ഒന്നാണ് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ പരിപാടികളൊക്കെ എളുപ്പം കഴിച്ചിട്ട് വേണം, വർക്കറിൻ്റെ ക്ലീൻ ചെയ്യിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് എണ്ണ. 2ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ നമുക്കത് ഒന്നും പാടെ തിളപ്പിച്ചട വെക്കണം. അപ്പോൾ അതിന് നിൽക്കാനിട്ടോ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിന് നമുക്കത് താരന് തലവേദന, മുടിക്കൊഴിച്ചിൽ, ഉറക്കക്കുറവ്, തലക്ക് തണുപ്പ്, അങ്ങനത്തെ എല്ലാ സംഗതിക്കും പറ്റിയ എണ്ണയാണ് കേട്ടോ. കുറേ ആൾക്കാർ മേടിച്ച് കൊണ്ടുപോയിട്ട് നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഓല് മേടിച്ച് കൊണ്ടുപോകണം കേട്ടോ. മുടിക്കൊക്കെ നല്ല കറുപ്പുണ്ടാകാൻ, നല്ല മിനുസുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ അതുമല്ല, ഞാനിവിടെ മോളൂസിന് തേച്ച് കൊടുത്തിനേനു കേട്ടോ. ഓളെ മുടി തീരെ ഉള്ളില്ലേനു കേട്ടോ. ചുരുണ്ട മുടിയാണ്, പക്ഷേ തലേൻ്റെ മണ്ടയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടേനു കേട്ടോ. അപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കിയാണ് തേക്കൽ തുടങ്ങിയാലാണ് കേട്ടോ അവൾക്ക് മുടിയൊക്കെ ഉള്ളുണ്ടാകാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് നമ്മൾ ജനുട്ടിന് നീച്ച് വന്നിക്കുന്നു കേട്ടോ, അവർക്കൊക്കെ കഴിഞ്ഞിക്കാണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ, റാഹത്ത് തന്നെയാണ് വന്നിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതാ നമ്മളെ കറി നല്ലോണം തിളച്ചപ്പോൾ നമ്മൾ വെണ്ടക്ക വാട്ടി വെച്ച വെണ്ടക്ക നമ്മളേക്കാണ് ഇട്ട് കൊടുത്തിട്ടാണ് നല്ലോണം വേവിച്ചിട്ട് നമ്മൾ തേങ്ങ അരച്ചത്, നല്ലോണം തേങ്ങ നല്ല വട്ടത്തിലട അരച്ചത് റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇനി തേങ്ങ പാർന്ന് കൊടുക്കണം കേട്ടോ. എത്ര ഒരുങ്ങിയാലും നമ്മളെ പണി എളുപ്പം കഴിച്ചില്ലല്ലേ, കരുതിയ മാതിരി അങ്ങോട്ട് ഇതാ. പിന്നെ നമുക്ക് മീനൊന്ന് മത്തിയാണ്, കുഴപ്പമില്ലാത്ത മത്തിയാണ് കേട്ടോ. അപ്പോൾ അത് പൊരിച്ചാന്നും കരുതി. അപ്പോൾ കറി തിളച്ചു. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിയും കറിവേപ്പില ഇട്ടിട്ടുണ്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. മൂപ്പിച്ച് പാരാണ് വെച്ച്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആവി ക്യാമറമ്മക്ക് തട്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ ക്ലിയർ ഇല്ലാതായത്. അപ്പോൾ ഇതാ നമ്മൾ ചോറ്റിന് വെള്ളം വെച്ചിക്കണു, വെള്ളമൊക്കെ തിളക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ചായയുടെയൊക്കെ കഴിഞ്ഞാലുണ്ട്. പിന്നെ മീനൊക്കെ കായം കൂട്ടി അവിടെ റെഡിയാക്കി വെച്ചു. അപ്പോൾ കുറച്ച് കൂന്തൽ കിട്ടീനു. അപ്പോൾ അത് നന്നാക്കിക്കാണ്ട് അതിൽ വെള്ളം പാർന്നിക്കാണ്ട് അത് ഫ്രീസർക്കും വെച്ചിട്ടാ. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അടുക്കളപ്പണികളൊക്കെ വെക്കലും എല്ലാം റെഡിയായി. അതിന് ശേഷം പിന്നെ നമ്മളിനി അടുക്കളേൻ്റെ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അകമൊക്കെ നല്ലോണം അടിച്ചരിക്കാണ്ട് അതൊക്കെ തുടച്ചൊക്കെ റെഡിയാക്കിയിട്ടാ. എന്നിട്ടാണ് പിന്നെ നമ്മളിങ്ങോട്ട് വർക്കിലേക്ക് നിന്നത് കേട്ടോ.
അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് നല്ലോണം ഒന്ന് തട്ടിക്കൊട്ടണം. മാറാനൊക്കെ നല്ലോണം ഒന്ന് തട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞു കേട്ടോ. തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് മോറണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്നേ നമ്മളെ മുസമ്പിൻ്റെ തോല് നല്ലോണം വേവിച്ച് ജ്യൂസാക്കി അതിൽ നമ്മൾ പാത്രം മോറുന്ന ഫയലില്ലേ അത് പാർന്ന് റെഡിയാക്കിയിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടിക്കാണ്ടാണ് കേട്ടോ ഞാൻ ടൈൽസൊക്കെ മോറുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് സുർക്കയും പാർന്ന് കൊടുത്തുകൊണ്ട് കുറച്ച് സോഡപ്പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് എല്ലാം കൂട്ടിക്കാണ്ട് ഇനി നല്ലോണം ഇങ്ങോട്ടൊന്ന് ഉരച്ച് ഇതാക്കട്ടെ എന്ന് കരുതിയിട്ടോ. നമ്മൾ കമ്പിച്ചണ്ടി അങ്ങനത്തെ സംഭവമൊന്നും അല്ല ഇട്ടിരിക്കണത്, ഒരു പച്ച നെറ്റിൻ്റെ കഷ്ണമാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ടിക്കാണ്ട് നല്ലോണം ഉണ്ട് ഒന്നുകൊണ്ട് ഉരച്ച് ആ ലിക്വിഡ് എല്ലായിടത്തും ഒന്നാണ്ട് തേച്ച് പിടിപ്പിച്ചാണ് കേട്ടോ. ആദ്യം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നമ്മളെ കിച്ചൺ ക്ലീനിങ്ങിലെ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നല്ലോണം തുടച്ചിട്ടെടുത്തു കേട്ടോ. തുടച്ചിട്ടെടുത്താൽ നമ്മൾ കബോർഡൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കോളും. പിന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ അടുക്കളയ്ക്ക് മാറ്റിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നെ നമ്മൾ കൊണ്ടുവന്നുകാണ്ട് കുപ്പി ഇതൊക്കെ കൊണ്ടുവന്നുകൊണ്ട് വെച്ചു. പിന്നെ ഇനി നമുക്ക് കുളിച്ചാൻ പോകാൻ വേണ്ടി പുറപ്പെടുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ എണ്ണ ഒന്നും പാടെ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഇന്നലെ കുറച്ച് തിളപ്പിച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് സമയം തിളപ്പിക്കണം. അപ്പോൾ നമ്മളെ എണ്ണയിൽ ഇട്ടുന്ന പച്ചമരുന്നിൻ്റെ എല്ലാ ഗുണങ്ങളും നല്ലോണം ഇങ്ങോട്ട് നമ്മുടെ എണ്ണയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരും കേട്ടോ. ഇങ്ങനെ കാച്ചുകൊണ്ട് തന്നെ. അപ്പോൾ കളറൊക്കെ തന്നെ നമ്മൾ ഈ പച്ചമരുന്നിൻ്റെ ചണ്ടിൻ്റെ കളറൊക്കെ തന്നെയാണ് മാറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ 3 ദിവസം വെച്ച് കണ്ടാണ് ഞാൻ എണ്ണ കാച്ചെടുക്കൽ. അപ്പോൾ ഇത് അടുപ്പത്ത് വെക്കുകയാണ്. അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം. അതേപോലെ തന്നെ ഒരു കുറച്ച് എണ്ണ ഉള്ളതുകൊണ്ടാണ് കുറച്ച് സമയം ഞാൻ തിളപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള എണ്ണയ്ക്കനുസരിച്ചുള്ള മരുന്നുകളൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് നല്ലോണം നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 3 ദിവസം കാച്ചുമ്പോഴാണ് കേട്ടോ നമ്മളെ ഈ പച്ചമരുന്നിൻ്റെ സത്തൊക്കെ എണ്ണയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ 3 ദിവസം കാച്ചി നല്ലോണം റെഡിയാക്കി. അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമാണല്ലോ അല്ലേ. അപ്പോൾ ഇനി നാളെയും പാടെ ഒന്ന് കാച്ചു കേട്ടോ. അപ്പോൾ 2 ദിവസം ഞാൻ കൂടുതൽ നേരം കാച്ചില്ല. പിന്നെ ഇപ്പോൾ ഇത് എണ്ണയൊക്കെ കുറവായതുകൊണ്ട് നമ്മൾ എണ്ണയും മരുന്നൊക്കെ കുറവായതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സമയം വെച്ച് കാണുന്നുണ്ട് ചൂടാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ എണ്ണൻ്റെയും മരുന്നിൻ്റെയൊക്കെ ഇതിനനുസരിച്ചാണ് കേട്ടോ ചൂടാക്കലൊക്കെ. അപ്പോൾ ഇത് മേടിച്ചോല് കാണട്ടെ. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കുന്നത് അവർക്ക് പിന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ആർക്കാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഇത് കുട്ടികൾക്കും വലിയവർക്കും ആണിനും പെണ്ണിനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ.